Welcome students, I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last session, we had discussed about three special cases on the graphical method. First one is infeasibility, second one is unbounded solution, and third one is alternate or multiple solution. അതോടെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലെ സ്പെഷ്യൽ കേസിന്റെ കാര്യം കംപ്ലീറ്റ് ആയിരുന്നു. ഇനി ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസംബർ 2018 ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അതിനകത്ത് ആ സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. The question is maximize z is equal to 2x plus 3y subject to the constraints x plus y less than or equal to 30, y greater than or equal to 3, 0 less than or equal to y less than or equal to 12, x minus y greater than or equal to 0, 0 less than or equal to x less than or equal to 20 and the non-negativity condition x and y greater than or equal to 0. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z is equal to 2x plus 3y ആണ്. നമ്മുടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ഏതാണ്? മാക്സിമൈസേഷൻ ആണ്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടുത്തെ കൺസ്ട്രെയിൻസ് ആണ്. സാധാരണ എത്ര നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനകത്തെല്ലാം 2 or 3 കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പക്ഷേ ഈ പ്രോബ്ലത്തിനകത്ത് ഇവിടെ ഇപ്പോൾ ടോട്ടൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് വ്യൂ ചെയ്യുമ്പോഴത്തേക്കും 5 കൺസ്ട്രെയിൻസ് ആയിട്ട് തോന്നും. പക്ഷേ 5-ൽ കൂടുതൽ 7 കൺസ്ട്രെയിൻസോളം ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു തന്നിരിക്കുന്ന പ്രോബ്ലത്തിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കൺസ്ട്രെയിൻസ് തന്നിട്ടുള്ള ഫോമാറ്റിലുള്ള കൺസ്ട്രെയിൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒറിജിനൽ ഫോമാറ്റിലുള്ള കൺസ്ട്രെയിൻസ് ആയിട്ട് നമ്മൾ മാറ്റി എഴുതിയതിനു ശേഷമാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൺസ്ട്രെയിൻസ് സ്പ്ലിറ്റിങ്ങിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ആ കൺസ്ട്രെയിനെ സംബന്ധിച്ച് നമുക്ക് പരിചയമുള്ള കൺസ്ട്രെയിന്റ് 2 ഡിസിഷൻ വേരിയബിൾസ് ഉള്ള ഒരു കൺസ്ട്രെയിന്റ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തെ സംബന്ധിച്ച് പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നമുക്ക് 2 ഡിസിഷൻ വേരിയബിൾസ് ആണുള്ളത്. സോ നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാം? ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന ഈ പ്രോബ്ലത്തിൽ ഈ ഫസ്റ്റ് കൺസ്ട്രെയിനെ സംബന്ധിച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കൺസ്ട്രെയിൻ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് എഴുതുകയാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ ഈസ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 വിച്ച് ഇംപ്ലൈസ് ടു ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30. അപ്പോൾ അവിടെ നമ്മൾ എക്സിന്റെ വൈയുടെ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇനിഷ്യൽ പോയിന്റ് നമുക്ക് 0, 30 എന്നും ഫൈനൽ പോയിന്റ് നമുക്ക് 30, 0 എന്നും കിട്ടും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും. സോ നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. നമുക്ക് എന്തിലേക്ക് വരാം? സെക്കൻഡ് ഇക്വേഷനിലേക്ക് വരാം. സെക്കൻഡ് കൺസ്ട്രെയിനിലേക്ക് വരാം. ദ സെക്കൻഡ് കൺസ്ട്രെയിൻ ഈസ് y greater than or equal to 3. ഈ കൺസ്ട്രെയിന്റെ പ്രത്യേകത എന്താ? മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലത്തിനകത്തും ഉള്ള കൺസ്ട്രെയിൻസിനകത്ത് ഏതൊക്കെ ഡിസിഷൻ വേരിയബിൾസ് ആണോ ക്വസ്റ്റ്യൻ അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്തുള്ളത് ആ ഡിസിഷൻ വേരിയബിൾസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത് അല്ലേ? പക്ഷേ ഈ ഒരു കൺസ്ട്രെയിൻ വരുമ്പോൾ പ്രത്യേകത ഇവിടെ എത്രയേ ഉള്ളൂ? ഇവിടെ ശരിക്കും നമുക്ക് എത്ര ഡിസിഷൻ വേരിയബിൾസ് ഉണ്ട്? 2 ഡിസിഷൻ വേരിയബിൾസ് ആയി എക്സും വൈയും ഉണ്ട്. പക്ഷേ ഈ കൺസ്ട്രെയിനിൽ ഏത് വേരിയബിൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? വൈ എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് കൺസ്ട്രെയിൻ ഈസ് വൈ ഗ്രേറ്റർ than or equal to 3. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെപ്പിനൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ y greater than or equal to 3 എന്നതിന്റെ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് എഴുതുന്നു? ഇക്വാളിറ്റി. ഇക്വാളിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് y equal to 3. ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ നേരത്തെ ലൈനിന്റെ ഇക്വേഷനെക്കാളും കുറച്ചുകൂടെ എന്താണ് സിമ്പിൾ ആണിത്. അതായത് ഇവിടെ നമുക്ക് ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി എന്താണ്? ഒരു ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഒരു ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് നേരിട്ട് നമുക്ക് തന്നേക്കുക. ഈ ഇക്വേഷന്റെ പ്രത്യേകത ഇവിടെ എന്തിന് മാത്രമേ ബൗണ്ട് കൊടുത്തിട്ടുള്ളൂ? y എന്ന് പറയുന്ന വേരിയബിളിന്റെ മാത്രമേ ബൗണ്ട് ഉള്ളൂ. y എന്തായിരിക്കണം? 3 ആയിരിക്കണം. x എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എന്തും x എന്താണ്? എക്സിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഈ ഒരു കേസ് എന്താ? എക്സ് പ്ലസ് വൈ 30 ആകുന്ന രണ്ടുകൂടെ സം ചെയ്യുമ്പോൾ 30 കിട്ടുന്ന രീതിയിലുള്ള എക്സിനെയും വൈയെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് മാത്രമേ എടുക്കാൻ പറ്റിയെന്നുള്ളൂ. പക്ഷേ ഈ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് y is equal to 3 എന്ന ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്ത പ്രത്യേകത എന്താ? അവിടെ ഒരേ ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ വൈയുടെ വാല്യൂ 3 ആയിരിക്കണം. എക്സ് എന്താ? എക്സിന്റെ വാല്യൂ ഏത് വേണമെങ്കിലും എടുക്കാം. സോ y is equal to 3 എന്ന് പറയുന്ന ആണ് ഈ ലൈൻ സെഗ്മെന്റ്. നമുക്ക് ഇനിഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് ഒന്നും ആവശ്യമില്ല. നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ പ്ലോട്ട് ചെയ്യുന്ന രീതി നമുക്ക് ഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും പറയാം. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് കൺസ്ട്രെയിൻ y greater than or equal to 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് y equal to 3. അപ്പോൾ അവിടെ ഒരേ ഒരു വേരിയബിൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ടേബിളിൻ്റെ ആവശ്യം. നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം.
What about third constraint? 0 less than or equal to y less than or equal to 12. ഈ കൺസ്ട്രെയിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ രണ്ട് ഇനീക്വാളിറ്റി ഒറ്റ കൺസ്ട്രെയിനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു അല്ലേ? ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആൻഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ ശരിക്കും എത്ര കൺസ്ട്രെയിൻസ് ആണുള്ളത്? രണ്ട് കൺസ്ട്രെയിൻസിനെ ഒറ്റ ഇനീക്വാളിറ്റി ആയിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ദിസ് കൺസ്ട്രെയിൻ ഓർ ദിസ് ഇനീക്വാളിറ്റി ക്യാൻ ബി സ്പ്ലിറ്റ് അപ്പ് ഇൻടു ടു. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റ് പോർഷനെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എടുക്കാം. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അതാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻ. And the second portion y less than or equal to 12 നമുക്ക് എന്തായാലും എടുക്കാം? സെക്കൻഡ് കൺസ്ട്രെയിൻ എടുക്കാം. That is 0 less than or equal to y is the first constraint and y less than or equal to 12 is the second constraint. So 0 less than or equal to y, ഈ ഇനീക്വാളിറ്റി എന്ത് ചെയ്യാം? നമുക്ക് ഇക്വാളിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. That is y equal to less than or equal to എന്ത് കൊടുക്കാം? ഇക്വാളിറ്റി കൊടുക്കാം. y equal to 0. therefore നമ്മുടെ മൂന്നാമത്തെ ലൈനിന്റെ ഇക്വേഷൻ കിട്ടി. എന്താണ്? y equal to 0. Similarly y less than or equal to 12 എന്ന് പറയുന്ന ഈ കൺസ്റ്റന്റ് കറസ്പോണ്ടിങ് കൊടുക്കാം. ലെസ് ദാൻ or equal to ഇക്വാളിറ്റിക്ക് പകരം ഇക്വാളിറ്റി കൊടുക്കാം. that is y equal to 12. therefore that is the fourth equation of the line. സോ ഈ തേർഡ് കൺസ്ട്രെയിനെ അവിടെ രണ്ട് ഇനീക്വാളിറ്റീസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആൻഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. അതിന്റെ ബേസിൽ എന്ത് എഴുതി? രണ്ട് ഈ ലൈനിന്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതി. ആൻഡ് ദ നെക്സ്റ്റ് കൺസ്ട്രെയിൻ x മൈനസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് പഴയ കണക്ക് തന്നെ ഇവിടെ എന്തുണ്ട്? രണ്ട് ഡിസിഷൻ വേരിയബിൾസ് ഉണ്ട്. ആ രണ്ട് ഡിസിഷൻ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? x മൈനസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ നമ്മൾ എന്ത് എഴുതും? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇനീക്വാളിറ്റിക്ക് പോയി നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? ഈക്വാളിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്തു. therefore എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാളിറ്റി ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? x മൈനസ് y ഈക്വൽ ടു 0. ദിസ് x മൈനസ് y ഈക്വൽ ടു 0 എനിക്ക് എങ്ങനെ എഴുതാം? x ഈക്വൽ ടു y എന്ന് നമുക്ക് മാറ്റി എഴുതാം. x മൈനസ് y ഈക്വൽ ടു 0 ഇക്വേഷൻ ഞാൻ സോൾവ് എടുക്കുമ്പോൾ ഈ മൈനസ് വൈയുടെ പോർഷൻ എന്ത് ചെയ്യുന്നത്? ഇക്വാളിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവന്ന് RHS കൊണ്ടുവന്നു. therefore x ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാം? മൈനസ് y ഇക്വാളിറ്റി അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും പ്ലസ് y ആകും. therefore the equation of the fifth line segment is x is equal to y. And the last constraint 0 less than or equal to x less than or equal to 20. ഇവിടുത്തെ പ്രത്യേകത എന്ത്? ഈ കൺസ്ട്രെയിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ഡിസിഷൻ വേരിയബിൾ x എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിളിനെ മാത്രമേ ഈ കൺസ്ട്രെയിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ എത്ര ഇനീക്വാളിറ്റീസ് ഉണ്ട്? രണ്ട് ഇനീക്വാളിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് 0 ലെസ് ദാൻ or equal to x ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് x ലെസ് ദാൻ or equal to 20 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ x എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇനീക്വാളിറ്റീസിന് എന്ത് ചെയ്യുന്നു? കൺസ്ട്രെയിൻ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. that is 0 ലെസ് ദാൻ or equal to x. ആ inequality corresponding at equality or the line segment is x equal to 0. And next one is x less than or equal to 20. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ലെസ് ദാൻ or equal to നെ ഇക്വാളിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. that is the seventh line segment is x is equal to 20. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ തന്നിട്ടുള്ള 5 കൺസ്ട്രെയിൻസിൽ നിന്നും ഞാൻ എത്ര ലൈൻ സെഗ്മെന്റ്സിന്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതി? 7 ലൈൻ സെഗ്മെന്റ്സിന്റെ ഇക്വേഷൻ എഴുതി. എന്തുകൊണ്ടാണ്? ഈ തേർഡ് കൺസ്ട്രെയിനും ഫിഫ്ത്ത് കൺസ്ട്രെയിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സ്പ്ലിറ്റിംഗ്സ് ഉണ്ടായി? രണ്ട് വീതം സ്പ്ലിറ്റിംഗ് ഫോംസ് അവിടെ ഉണ്ടായി. therefore നമുക്ക് ഈ ഗ്രാഫിക്കൽ പോർഷനകത്ത് നമ്മൾക്ക് വരയ്ക്കേണ്ട ലൈൻ സെഗ്മെന്റ്സ് എത്ര വേണം? 7 ലൈൻ സെഗ്മെന്റ്സ് നമുക്ക് വരയ്ക്കണം. the first one is corresponding to the line x plus y equal to 30. The second one is y equal to 3. Third one is y equal to 0. Fourth line segment is y equal to 12. The fifth line segment is x is equal to y. Sixth line segment is x is equal to 0. And the last and the final line segment is x is equal to 20. So ഇത്രയും ഇക്വേഷൻസിന് കറസ്പോണ്ടിങ് എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? ലൈൻ സെഗ്മെന്റ്സ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ അല്ലെങ്കിൽ ഗ്രാഫിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഡിസിഷൻ വേരിയബിൾസ് നമുക്ക് ഉണ്ടായിരുന്നത് എക്സും വൈ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിസ് എക്സ് ആക്സും വൈ ആക്സ് നമ്മൾ വരച്ചു. പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ പോസിറ്റീവ് പാർട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഈ ഒരു സെക്ഷനകത്ത് എന്ത് വരുന്നില്ല? എക്സിന്റെ വൈയുടെ പോയിന്റ്സ് നെഗറ്റീവ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് മാത്രമേ എടുത്തുള്ളൂ? പോസിറ്റീവ് പാർട്ട് മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് 4 ക്വാഡ്രന്റ്സും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് മൈനസ് എക്സിന്റെ പോർഷനും മൈനസ് വൈയുടെ പോർഷനും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് വരയ്ക്കാൻ തെറ്റില്ല. നമുക്കിവിടെ ആവശ്യമുള്ളത് പോസിറ്റീവ് പാർട്ട് ആയതുകൊണ്ട് അത് മാത്രമേ എടുത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആക്സും വൈ ആക്സും ഞാൻ വരച്ചു. പോയിന്റ്സിനെ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് ഗ്രാഫിലോട്ട് നമുക്ക് മാറ്റി വരയ്ക്കാം. ഫസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 30.
So the line segment corresponding to the first constraint, that is x plus y equal to 30. Our line segment corresponding at the initial point is 0, 30 and the final point is 30, 0. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രാഫ് ഞാൻ വരച്ചു, ലൈൻ സെഗ്മെന്റ് ഞാൻ വരച്ചു. This is the point 0, 30 and this is the point 30, 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ലൈൻ സെഗ്മെന്റ് വരച്ചത് is x plus y equal to 30. So what about the second constraint? Second constraint corresponding at line segment ആണ് y is equal to 3. ആ ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ നമ്മൾ വേറെ ഒന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ പറയുന്നത്, y is equal to 3. വൈയുടെ വാല്യൂ എന്തായിരിക്കണം പറഞ്ഞിട്ടുള്ളൂ, 3 ആയിരിക്കണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈയുടെ വാല്യൂ 3 വരുന്ന പോയിന്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഇതാണ് വൈയുടെ, ഇത് y 0 ആവുന്ന പോയിന്റ്, ഇത് y 5 ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പോയിന്റ് ആയിരിക്കും ഏത്, y is equal to 3. അപ്പോൾ y ആക്സിസിൽ 3 വരുന്ന പോയിന്റ്, ഈ പോയിന്റിൽ തന്നെ ഈ പോയിന്റ് എന്ന് പറയുന്നത് y is equal to 3 എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ്, ഈ ലൈൻ സെഗ്മെന്റ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, y is equal to 3 എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞു, y is equal to 3 എന്ന് പറയുന്ന ആ ഇക്വേഷനകത്ത് എന്തിന് റെസ്ട്രിക്ഷൻ ഇല്ല, എക്സിന്റെ വാല്യൂസിന് റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ ഏത് വേണേലും ആകാം, വൈയുടെ വാല്യൂ y കോർഡിനേറ്റ് ഏതാവണമെന്നേ ഉള്ളൂ, 3 ആവണമെന്നേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ y is equal to 3 എന്ന ലൈൻ സെഗ്മെന്റ് വരയ്ക്കാന്ന് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. y ആക്സിസിൽ 3 എന്ന് പറയുന്ന പോയിന്റ് എടുത്തിട്ട് അതുവഴി എന്തൊരിക്കുക, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഈ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റിൽ എന്തെങ്കിലും എന്ത് ചെയ്യുക, അങ്ങ് വരച്ചു വിടുന്നത്. സോ ദിസ് ഇസ് ദ ലൈൻ സെഗ്മെന്റ്, ദാറ്റ് ഈസ് y is equal to 3. അടുത്ത ഇക്വേഷൻ, the third equation is y is equal to 0. y equal to 0 എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് വേറെ ഒന്നുമല്ല, this represents the x axis. ഇങ്ങനെ ചില കൊച്ചു കൊച്ചു പോയിന്റ്സ് ആണ് ഈ ക്വസ്റ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ക്വസ്റ്റിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്നത്. ഇതിനകത്ത് തേർഡ് ഇക്വേഷൻ ആയിട്ട് y is equal to 0 എന്ന് പറയുന്ന ആ ഇക്വേഷൻ, അതായത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്നത് 2 ആക്സുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏത് xy ഓർ x1 x2 ഏത് 2 വേരിയബിൾസ് ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ 2 വേരിയബിൾസിൽ ഒരു വേരിയബിളിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ആക്സിസ് ആയിരിക്കും, മറ്റേ ആക്സിസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ y is equal to 0, y എന്ന് പറയുന്ന വേരിയബിളിനെ എന്താക്കിയിട്ടിരിക്കുന്നത്, 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏത് ആക്സിസ് ആയിരിക്കും, ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ആക്സിസ്. മറ്റേ ആക്സിസ് ഏതാ, എക്സ് ആക്സിസ് ആയിരിക്കും. ദാറ്റ് ഈസ് y is equal to 0 എന്ന ലൈൻ സെഗ്മെന്റ് ഏത് ആക്സിസ് തന്നെയായിരിക്കും, ദാറ്റ് ഈസ് ദ എക്സ് ആക്സിസ്. നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുള്ള ഈ എക്സ് ആക്സിസിനാണ് ഏത് ലൈൻ എന്ന് പറയുന്നത്, y is equal to 0 എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുന്നത്. And the fourth one is y is equal to 12. നമ്മൾ ഓൾറെഡി y is equal to 3യുടെ ഗ്രാഫ് അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ് നമ്മൾ വരച്ചു. ഇതുപോലെ തന്നെ നമുക്ക് എന്തും വരയ്ക്കാം, y is equal to 12 ലൈൻ സെഗ്മെന്റും വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം, ഈ y എന്ന് പറയുന്ന ആക്സിസിൽ 12 എന്ന് പറയുന്ന പോയിന്റിനെ മാർക്ക് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരയ്ക്കുക, എക്സ് ആക്സിന് പാരലൽ ആയിട്ടൊരു ലൈൻ സെഗ്മെന്റ് നമ്മൾ വരയ്ക്കുന്നു. And this is the line segment, y is equal to 12. ഏതാണോ, ഏത് കോർഡിനേറ്റ് ആണോ 12, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന് പാരലായിട്ട് മറ്റേ ആക്സിന്റെ പാരലായിട്ടുള്ള എന്ത് വരയ്ക്കുന്നു, ലൈൻ സെഗ്മെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. And the next line segment is x is equal to y. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് ആണ്. x is equal to y, എക്സിന്റെ കോർഡിനേറ്റ്സും വൈയുടെ കോർഡിനേറ്റും സെയിം ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ സെയിം ആകുന്ന പോയിന്റ്സ് പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഏതാണ്. ഈ ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകത, ഈ ലൈൻ സെഗ്മെന്റ് 0 അതായത് 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. ഈ ലൈൻ സെഗ്മെന്റിന്റെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും. എക്സ് വൈ പ്ലെയിനിനെ കൃത്യം നടുക്കൂടെ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ്. അതായത് ഈ ലൈൻ സെഗ്മെന്റ് ആണ് ഏതാണ്, എക്സ് ഇസ് ഈക്വൽ ടു വൈ. അതായത് ഇവിടുത്തെ
എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നൊരു ലൈൻ സെഗ്മെന്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ആ പ്ലെയിൻ, ഇതാണ് ആ പ്ലെയിൻ. ഈ പ്ലെയിനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്ലെയിനിന്റെ കറക്റ്റ് മിഡിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആയിരിക്കും എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത്. ഈ ലൈൻ സെഗ്മെന്റിലെ പോയിന്റ്സിലെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ എക്സ് കോർഡിനേറ്റ് ഏതാണ് അത് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് നോക്കുക. ഈ പോയിന്റിൽ വൈ കോർഡിനേറ്റ് എത്ര വന്നിരിക്കുന്നത്? ഹിയർ ദിസ് ഈസ് ദ ഈ കോർഡിനേറ്റ് ഏതാ വന്നിരിക്കുന്നത്? 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ? വൈ കോർഡിനേറ്റ് 3 ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഏത് ലൈനിലെ പോയിന്റ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു വൈയിലെ പോയിന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക് എക്സ് കോർഡിനേറ്റ് എന്ത് തന്നെ ആയിരിക്കും? 3 തന്നെ ആയിരിക്കും. അതാണ് ഈ ലൈനിന്റെ പ്രത്യേകത. ഈ ലൈനിലെ ഏതൊരു പോയിന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാലും ഈ ലൈനിൽ ആ പോയിന്റ് പ്രത്യേകത എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് ഏതാണോ അത് തന്നെ ആയിരിക്കും എന്ത് വൈ കോർഡിനേറ്റ്. തിരിച്ച് വൈ കോർഡിനേറ്റ് ഏതാണ് അത് തന്നെ ആയിരിക്കും എന്ത് എക്സ് കോർഡിനേറ്റ്. അതായത് ഈ ലൈനിലെ പോയിന്റ്സിന്റെ പ്രത്യേകത, ആ പോയിന്റ്സിന്റെ ഫോർമാറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ എ. എക്സ് കോർഡിനേറ്റ് ഏതാണ് അത് തന്നെ ആയിരിക്കും വൈ കോർഡിനേറ്റ്, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് ഏതാണ് അത് തന്നെ ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? എക്സ് വൈ പ്ലെയിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. So that is the fifth line segment, that is x is equal to y. What about the sixth one? X is equal to 0. ആ ലൈൻ സെഗ്മെന്റ് പ്രത്യേകത എന്താ? ഇവിടെ ഒരു ഡിസിഷൻ വേരിയബിൾ ആയി എക്സിനെ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്തേക്കുന്നു? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തേക്കുന്നു. ഇവിടെ നമ്മൾ y is equal to 0 അപ്പോൾ ഏത് ആക്സ് ആണ് പറഞ്ഞത്? എക്സ് ആക്സ് ആണ്. തിരിച്ച് ഇവിടെ എന്ത് വന്നിരിക്കുന്നു? x is equal to 0. അപ്പോൾ ഓട്ടോമാറ്റിക് ഏത് ആക്സ് ആയിരിക്കും? This implies the y axis. ഏത് ആക്സിസാ? വൈ ആക്സിസ്. ഈ ആക്സിസ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുള്ള ഈ ആക്സ് ആണ് ഏതെന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന നമ്മളുടെ ലൈൻ സെഗ്മെന്റ്. ആൻഡ് ലാസ്റ്റ് ലൈൻ സെഗ്മെന്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 20. എക്സ് ഇസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറയുന്ന ലൈൻ, അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ 20 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. ദാറ്റ് ഈസ് ഈ എക്സ് ആക്സിസിൽ 20 എന്ന് പറഞ്ഞ പോയിന്റ്, 20 എന്ന് പറഞ്ഞ പോയിന്റ് ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതിന് എന്ത് വരും? ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് വയ്ക്കുക? സ്കെയിൽ വെച്ചതിന് ശേഷം എന്ത് കൺസ്ട്രക്ട് ചെയ്യുക? ലൈൻ സെഗ്മെന്റിനെ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു 20 എന്ന് പറയുന്നത്. സോ നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന എത്ര കൺസ്ട്രെയിൻസ് ആയിരുന്നു? 7 കൺസ്ട്രെയിൻസ് ആണ്. 7 കൺസ്ട്രെയിൻസ് കറസ്പോണ്ടിങ് ആയിട്ട് 7 ലൈൻസ് കൊണ്ട് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ഏതായിരുന്നു? ഫസ്റ്റ് ലൈൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 30. ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ ഈസ് വൈ ഇസ് ഈക്വൽ ടു 3. Third line is y is equal to 0, that is the x axis. The fourth line segment is y is equal to 12. ഈ ലൈൻ സെഗ്മെന്റ്. ഫിഫ്ത്ത് ലൈൻ സെഗ്മെന്റ് is x is equal to y. Sixth line segment is x is equal to 0, that is the y axis. And the seventh line segment is x is equal to 20. So ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ ലൈൻ സെഗ്മെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയ്ഡ് റീജിയൻ കണ്ടുപിടിക്കുകയും അതിന്റെ ഫീസിബിലിറ്റി നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്യണം. നമ്മൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടുത്തെ ഫീസിബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനെ വേണ്ടാതെ നോക്കേണ്ടത് ഈ ഓരോ ലൈൻസ് നമ്മൾ നേരത്തെ ഫീസിബിലിറ്റി കണ്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയായിരുന്നു? നമ്മൾ ഓരോ ലൈൻ സെഗ്മെന്റ്സും 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മൾ ഇട്ടുകൊടുക്കുന്നു, നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസിനകത്ത് ഇട്ട് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ സെഗ്മെന്റ് നമ്മൾ നോക്കുക. ഈ ലൈൻ സെഗ്മെന്റ് ഇതുവഴി പാസ് ചെയ്തിട്ടില്ല, 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ പോയിന്റ് ആയ 0 എന്ന പോയിന്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ തന്നിട്ടുള്ള ലൈൻ സെഗ്മെന്റിനകത്ത് അല്ലെങ്കിൽ ആ കൺസ്ട്രെയിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാം. ആൻഡ് ദ നെക്സ്റ്റ് ലൈൻ സെഗ്മെന്റ് ഈസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് ഏതായിരുന്നു? y ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ആയിരുന്നു. ആ ലൈൻ സെഗ്മെന്റ് ഇതുവഴി പാസ് ചെയ്തിട്ടില്ല, 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടില്ല. therefore നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഏത് പോയിന്റ് അപ്ലൈ ചെയ്യാം? 0 എന്ന് പറയുന്നത് 0 എന്ന പോയിന്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എന്തിന് എക്സിന്റെ വാല്യൂ ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ? വൈയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ കൺസ്ട്രെയിന്റ് എങ്ങനെ മാറും? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരും. ഇത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഷെയ്ഡ് അങ്ങോട്ട് വരും? ഈ റീജിയന്റെ ഈ ലൈൻ സെഗ്മെന്റിന്റെ മുകളിലോട്ട് അപ്പർ റീജിയനിലോട്ട് വരും. കാര്യം എന്താ? 0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഷെയ്ഡ് അങ്ങോട്ട് വരണം. ഈ 0 എന്ന പോയിന്റ് അല്ലാത്ത പോയിന്റ് എക്സിസ്റ്റ് ചെയ്യാത്ത റീജിയൻ, അതിന്റെ ഓപ്പോസിറ്റ് റീജിയനിലേക്ക് വരണം. therefore ഈ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് 0 എന്ന പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് റീജിയനിലാണ്? ലോവർ റീജിയനിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയ്ഡ് അങ്ങോട്ട് വരും? നമ്മുടെ അപ്പർ റീജിയനിലേക്ക് വരും. ഷെയ്ഡിങ് എങ്ങോട്ട് കൊടുക്കണം? അപ്പർ റീജിയനിലേക്ക് കൊടുക്കണം. നെക്സ്റ്റ് വൺ ഈസ്
തേർഡ് കൺസ്ട്രെയിനകത്ത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈയും y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്ന് പറയുന്ന ഈ കൺസ്ട്രെയിനെ സംബന്ധിച്ച് ഈ കൺസ്ട്രെയിൻ ഓൾറെഡി നമ്മൾ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനകത്ത് വന്ന കൺസ്ട്രെയിൻ ഏതാ? y. ഇതിന്റെ അർത്ഥം എന്താ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y, or it can be read as y greater than or equal to 0. y എന്തിനേക്കാൾ വലുതാണ്? 0യേക്കാൾ വലുതാണ്. അപ്പൊ ഈ കൺസ്ട്രെയിൻ ഓൾറെഡി നമ്മൾ എവിടെ വന്നിട്ടുണ്ട്? ഇത് ഈ ഗ്രാഫിനകത്ത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ നമ്മൾ എടുത്തേക്കുന്നത്. കാര്യം എന്താ? ഇവിടെ വൈയുടെ പോയിന്റ്സ് എല്ലാം ഏത് നമ്മൾ എടുത്തിട്ടുള്ളൂ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന രീതിയിൽ നമ്മൾ എടുത്തേക്കുന്നത് വൈയുടെ പോയിന്റ്സ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൺസ്ട്രെയിൻ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 0 പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം, അപ്ലൈ ചെയ്താലും തെറ്റില്ല. അവിടെ ഓട്ടോമാറ്റിക് എന്തോരും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. സോ ഈ ഒരു കണ്ടീഷനെ സംബന്ധിച്ച് ഈ ഒരു കൺസ്ട്രെയിൻ ഓൾറെഡി നമ്മൾ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോർഷൻ ഷെയ്ഡിംഗ് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് കൺസ്ട്രെയിൻ ഈസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഏതാണ് ലൈൻ സെഗ്മെന്റ്? y ഈക്വൽ ടു 12 എന്ന ലൈൻ സെഗ്മെന്റ്. ഇത് ഇതുവഴി പാസ് ചെയ്തിട്ടില്ല. 0 പോയിന്റിലൂടെ പാസ് ചെയ്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? 0 പോയിന്റ് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ഈ ഇക്വേഷനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഇൻഇക്വാലിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് കിട്ടും, വിച്ച് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഷെയ്ഡിങ് നമുക്ക് അപ്ലൈ ചെയ്യാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രൂ സ്റ്റേറ്റ്മെന്റ് 12 എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഷെയ്ഡിങ് ലോവർ റീജിയനിലേക്ക് കൊടുക്കാം. And the next line segment is x minus y greater than or equal to 0. ഈ ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകത എന്താ? ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ലൈൻ സെഗ്മെന്റ് ഇതുവഴി പാസ് ചെയ്യുന്നു? 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇത്രയും നാളും നമ്മൾ ഫീസിബിൾ റീജിയൻ വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഏത് പോയിന്റ് ഉപയോഗിച്ചായിരുന്നു? 0 എന്ന് പറയുന്ന പോയിന്റ് ഉപയോഗിച്ചായിരുന്നു. കാരണം അവിടെ നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ആ മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയർ എളുപ്പമാക്കി തരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തിരുന്നു? 0 എന്ന പോയിന്റ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ആ കേസ് എക്സിസ്റ്റ് ചെയ്യുന്ന എപ്പോൾ മാത്രമാണ്? നമ്മൾ എടുത്തിരിക്കുന്ന ലൈൻ സെഗ്മെന്റ് ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ആ കണ്ടീഷൻ 0 എന്ന പോയിന്റ് നമുക്ക് ആ പോയിന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ കൺസ്ട്രെയിന്റെ പ്രത്യേകത എന്താ? ഈ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് x is equal to y എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെന്റിലൂടെ ഏത് പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട്? 0 എന്ന പോയിന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈൻ സെഗ്മെന്റ് x is equal to y എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഇല്ലാത്ത ഒരു പോയിന്റിന് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുകയും അത് അവിടെ അപ്ലൈ ചെയ്യാൻ വേണം. ഈ തന്നിട്ടുള്ള കൺസ്ട്രെയിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണം. സോ 0 എന്ന പോയിന്റ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ലൈൻ സെഗ്മെന്റിനകത്ത് ഇല്ലാത്ത പോയിന്റ്സ്, ഈ ലൈൻ സെഗ്മെന്റ് പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞത്? ഈ ലൈൻ സെഗ്മെന്റിനെ സംബന്ധിച്ച് ഈ ലൈൻ സെഗ്മെന്റിന്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ അല്ലാത്തൊരു പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് എവിടെ എക്സിസ്റ്റ് ചെയ്യും? ഈ ലൈൻ സെഗ്മെന്റിന്റെ പുറത്ത് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഉള്ള ഈ പോയിന്റിനെ സംബന്ധിച്ച് ഈ പോയിന്റ് x കോർഡിനേറ്റ് 10 വരുന്ന രീതിയിലും y കോർഡിനേറ്റ് 5 വരുന്ന രീതിയിലുമാണ് ഞാൻ എന്തെടുത്തിരിക്കുന്നത്? ഈ പോയിന്റ് എടുത്തിരിക്കുന്നത്. ഈ പോയിന്റിനെ സംബന്ധിച്ചിടത്ത് x കോർഡിനേറ്റ് 10 y കോർഡിനേറ്റ് 5 ആണ്. Therefore ഇവിടുത്തെ x കോർഡിനേറ്റും y കോർഡിനേറ്റ് സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ഈ പോയിന്റ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല? ഈ ലൈൻ സെഗ്മെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Therefore നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈൻ സെഗ്മെന്റിന് പുറത്തുള്ളൊരു പോയിന്റ് ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ കൺസ്ട്രെയിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈ കൺസ്ട്രെയിൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ x കോർഡിനേറ്റ് ഏതാണ്? 10. Therefore 10 minus 5 is greater than or equal to 0. അപ്പം അങ്ങനെ എന്ത് എഴുതാം? 10 minus 5 greater than or equal to 0. This is a true statement. ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ റിസൾട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന നമ്മൾ എടുത്ത പോയിന്റ് ഏതാണ്? 10, 5 എന്ന് പറഞ്ഞ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് സൈഡിലാണോ ആ സൈഡിലേക്കായിരിക്കും എന്ത് വരുന്നത്? ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെയ്ഡിങ് വരുന്നത്. Therefore x is equal to y എന്ന് പറയുന്ന ലൈനിന്റെ ഷെയ്ഡിങ് ഏത് റീജിയനിലേക്കായിരിക്കും? 10, 5 എന്ന് പറയുന്ന ആ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന റീജിയനിലേക്കായിരിക്കും എക്സിസ്റ്റ് ചെയ്യും നമുക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് കൺസ്ട്രെയിൻ ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇതും ഇതിനകത്ത് വരുന്നതാണ് നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x അഥവാ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എവിടെ വരും? നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനകത്ത് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്, ഈ ഗ്രാഫിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കണ്ട? ഇത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് കൺസ്ട്രെയിൻ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ സെഗ്മെന്റ് ഏതാ? x is equal to 20. ആ ലൈൻ സെഗ്മെന്റ് ഇതുവഴി പാസ് ചെയ്യുന്നില്ല, 0 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെ അപ്ലൈ ചെയ്യാം? ഈ കണ്ടീഷനകത്ത് അപ്ലൈ ചെയ്യാം. Therefore 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, which is a true statement.
ഇതെന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഷെയ്ഡിങ് എങ്ങോട്ട് വരും? ഈ 0 0 എക്സിസ്റ്റ് ചെയ്യുന്ന പോർഷനിലേക്ക് വരും. സോ ഈ 7 ലൈൻ സെഗ്മെന്റ്സിൽ നിന്ന് 2 നമുക്ക് ഓൾറെഡി കൺസ്ട്രെയിനകത്ത് ഉള്ളതെന്നോടെ 2 ഞാൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കി 5 ലൈൻ സെഗ്മെന്റ്സിന്റെ ഷെയ്ഡിംഗ് റീജിയൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞു തന്നിട്ടുള്ള 5 ഷെയ്ഡിംഗ് റീജിയൻ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. ആ ഫീസിബിൾ റീജിയന്റെ എക്സ്ട്രീം പോയിന്റ്സ് അഥവാ വെർട്ടിസസ് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമൈസേഷൻ വാല്യൂ, നമ്മൾ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ എന്തായിരുന്നു? മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ടേബിൾ വരച്ചതിന് ശേഷം ഒപ്റ്റിമൈസേഷൻ ടേബിൾ വരച്ച് ഈ 5 എക്സ്ട്രീം പോയിന്റ്സും അവിടെ ആ വെർട്ടിസസിന്റെ പോർഷനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? അതിന് കറസ്പോണ്ടിങ് അതാണ് നിങ്ങളുടെ ഹോം അസൈൻമെന്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ പിക്ക് സെൻഡ് ചെയ്യുക. താങ്ക് യു.